ഹായ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ടോ അടിയനത്തിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നത്. ഈ റോസ് ഇപ്പോഴും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, മറ്റേ ചോപ്പൊന്നുമില്ല. അത് ഓൾറെഡി നേരത്തെ എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഞാൻ അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് പാവം ഒരുത്താത്തയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പാവം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മക്കളെ. ഇതാ ഞാനിന്ന് എനിക്ക് എണീറ്റപ്പോഴേ വയ്യുന്നിട്ടോ, കാല് നല്ല വേദനയായിരുന്നു. 3 മണിക്ക് എണീറ്റിരുന്ന് കാല് ചുടുവെള്ളം പിടിക്കലും ഓയിൻമെൻറ്റ് പുരട്ടലും നമ്മൾ നിത്യ പരിപാടികളും, നമുക്കതാണല്ലോ ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ച് ദോശേൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ദോശ ഒരുപാട് നേരം നിന്ന് ചുടണമല്ലോ, അതുകൊണ്ട് മക്കളെ ഞാനിത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. മക്കൾ തിന്നേരിക്കും രാവിലെ ചോറ്, പൂള, അവിൽ, ബ്രെഡ് ഇതൊന്നും അവർക്ക് പോകില്ല. നല്ല ചായക്കനും നല്ല കറിയും തന്നെ വേണം. നമ്മൾ ആദ്യം ഓരോന്ന് ചേലാക്കും മക്കളെ, എന്നിട്ട് പിന്നെ നമ്മൾ തന്നെ നിലവിളിക്കേണ്ടി വരും. എന്നാലും നമുക്ക് ആരോഗ്യം, അപ്പോൾ മക്കളെ നോക്കിയൊന്ന് സമാധാനിക്കാമല്ലോ അല്ലേ. അപ്പം നമ്മളിതാ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഇട്ടെടുത്ത്, വെളിച്ചെണ്ണയും മിൽമേൻ്റെ നെയ്യൊക്കെ എടുത്ത് അതിൽ കറാമ്പട്ടി, ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരി 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആ അരി ഒന്ന് നന്നായി വഴറ്റിയിട്ടാണ് ഞാൻ വെക്കുന്നത്, വറുത്ത് വെക്കുകയാണേ. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, രമ്പയിലിട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ഉപ്പൂടി പോരായിണ്ട്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ചെറുനാരങ്ങ പിഴിയണമെന്നാണ് വിചാരിച്ച് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാം. പക്ഷേ മൂപ്പര് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരി എടുത്ത് ഒഴിച്ചു കൊടുത്തു. അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, തിരക്കാണ് മക്കളെ, തിരക്കോട് തിരക്ക്. 2 റൂമിലേക്ക് ഓടണം. ഒരു റൂമിൽ നിബു, ഒരു റൂമിൽ റിച്ചു. നിബു 7:30, റിച്ചു 7:45. എണീക്കണില്ലേ, കുളിക്കണില്ലേ, മാറ്റണില്ലേ, പോണില്ലേ, ഈ പാട്ട് കേട്ട് രാവിലെ എങ്ങനെ ഓടണം? നിങ്ങളെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. കാരണം ഈ തണുപ്പത്ത് പുതപ്പിൻ്റെ തൊട്ട് കിടക്കാനുള്ള സുഖം, അത്ര സുഖം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പം എണീക്കമ്മ, അപ്പം വരമ്മ, 5 മിനിറ്റ് കൂടി ഇതിങ്ങനെ കേട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നുള്ളത് എൻ്റെ ഒരു പതിവ് വ്യായാമത്തിലൊരു വ്യായാമമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം ചിക്കനില്ല, ബീഫില്ല, മീനില്ല, നെയ്ച്ചോറൊക്കെ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് തലപുണ്ണാക്കിക്കുമ്പോഴാണ് നമ്മളെ കോളിഫ്ലവർ, എന്നാൽ പിന്നെ കോളിഫ്ലവർ ഗ്രേവി ആക്കാമെന്ന് കരുതി കോളിഫ്ലവർ എടുത്ത് കുനുകുന അരിഞ്ഞ് അതൊക്കെ ഞാൻ കായം തേച്ചൊക്കെ വെച്ചു കേട്ടോ. കായം തേച്ചൊക്കെ വെച്ചു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഉള്ളി വയറ്റാനിട്ടു. ചെടുപിടി പണിയാണല്ലോ. അതിനിടയിൽ ഒരാളെ പല്ലേപ്പിക്കണം, കുളിപ്പിക്കണം, മറ്റാളിപ്പം യൂണിഫോം ഉടമ, പുസ്തക ഉടമ, ഇതൊക്കെ തിരയെ രാവിലെയാണ്. നമ്മൾ എത്ര തൽക്കീനോ തോതിയിട്ടും കാര്യമില്ല. രാത്രി ഒക്കെ എടുത്തുവെച്ചോളി മക്കളെ, ഒക്കെ എടുത്തുവെച്ചോളി മക്കളെ. ചെറിയൊരു 2 ആൾ എടുത്തു കേട്ടോ. മൂത്തോനെല്ലാം വേണം ഞാൻ ചെയ്തു കൊടുക്കുക. പുന്നാരക്കുട്ടീൻ്റെ മാഞ്ഞാളം എപ്പോഴും തീർന്നിട്ടില്ല. ആദ്യത്തെ കുട്ടികളെ നമ്മളൊന്ന് കൊഞ്ചിക്കും സ്നേഹിക്കും, കൂടുതൽ ചെയ്താൽ പിന്നെ അവസാനം വരെ ഓൽക്ക് ആ സ്നേഹം കിട്ടിക്കൊണ്ടേ നിൽക്കണം. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ല, നിങ്ങൾക്ക് പോലെ മറ്റൊരാളാണ് ഇഷ്ടം. ഇതന്നെ കേട്ട് നമുക്കിതൊരു ശീലമായി പറഞ്ഞില്ലേ. അപ്പം ഞാൻ കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടി എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. കോളിഫ്ലവറിനുള്ള കായം തേച്ചതെന്ന് എങ്ങനെ അറിയണ്ടേ? ചുവന്നുള്ളിണ്ടായിരുന്നു, വറ്റൽമുളക് ഉണ്ടായിരുന്നു, പിന്നെന്താ പറയുക, പെരുംജീരകം ഉണ്ടായിരുന്നു, കറിവേപ്പില ഉണ്ടായിരുന്നു, കാശ്മീർ മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ടാണ്, ഉപ്പും ചേർത്ത് ഞാൻ കായം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ മസാലക്കുള്ള തയ്യാറാക്കട്ടെ. ഇതിലും ഇതേപോലെ ഇത്തിരി ഗരം മസാലയും ബാക്കി കാശ്മീർ മുളകും ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റി കൊടുത്ത് ചുടുവെള്ളമാണ് ഇട്ട് ഒഴിച്ചത്. സാധാരണ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവർ ആണല്ലോ കലക്കി ഒഴിക്കുക. കാരണം പിന്നെ ഉച്ചക്കല്ലേ ഇവർ കഴിക്കുക, ഇതാകെ തണുത്ത് മരവിച്ച് മയ്യത്തായിട്ടാണ് ഇത് തിന്നുക. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചുടുവെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കിയത്. പിന്നെ കോൺഫ്ലവർ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ എന്ത് പൊരിച്ചത്, നമ്മളെ കോളിഫ്ലവർ പൊരിച്ച്. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, കോൺഫ്ലവറും കോളിഫ്ലവറും തമ്മിൽ മാറിപ്പോവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കണതിൻ്റെ ഇടയിൽ ഇവിടെ 2 കള്ളന്മാർ വന്ന് ഇടക്കിടക്ക് കോളിഫ്ലവറിൻ്റെ എണ്ണ അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ട് പാത്രത്തിൽ നിന്ന് കേട്ടോ. ടേസ്റ്റ് നോക്കട്ടമ്മ, ഉപ്പുണ്ടോക്കട്ടമ്മ, രുചി ഉണ്ടാക്കട്ടമ്മ, എന്നത് നല്ല മുരിച്ചിലുണ്ടോക്കട്ടമ്മ, അങ്ങനെ 4-5 ഐറ്റംസൊക്കെ കഴിഞ്ഞ് അത് പാത്രം ഏകദേശം കാലിയാവാൻ തുടങ്ങിയപ്പോൾ 2നെയും കൂടി ഞാൻ വടിയെടുത്ത് പായിപ്പിച്ച് വിട്ടതാണ്. ഇനി ഈ വഴി വന്നാൽ തീരെ തരൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതായാലും അതൊക്കെ സെറ്റാക്കി. പിന്നെ ഒരു ബ്രേക്ക് ഇത് തന്നെ അവർക്ക് സ്കൂൾക്ക് ലഞ്ചിനും കൊടുത്തേച്ചത് തന്നെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്കിന്ന് വയ്യേന്നു. അപ്പോൾ മക്കളോട് ഞാൻ പറഞ്ഞു ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് നിങ്ങളിത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. മാഷാ അല്ലാഹ് മക്കളെല്ലാവരും നന്നായി നെയ്ച്ചോറ് തികഞ്ഞില്ല. സത്യത്തിൽ എനിക്കൊരിത്തിരി ബാക്കിയായുള്ളൂ, എന്നാലും സാരല്ലേ ഒരു റാഹത്തിൽ കൊണ്ടുപോയല്ലോ. അപ്പോൾ പിന്നെ ഓർക്ക് മാത്രം കൊണ്ടുപോയാൽ പോരല്ലോ, ഫ്രണ്ട്സിനോട് വേണമല്ലോ കൊടുക്കാൻ. ഓരോ പിടുത്തം ഓരോരുത്തർക്ക് എടുക്കാൻ വേണ്ട വെച്ചെന്നാണ് പറയാം. അപ്പോൾ പിന്നെ അതിനുകൂടി അനുസരിച്ച് വേണം പാത്രം നിറക്കാൻ. കൂട്ടാനായാലും അങ്ങനെ വേണം, ഉപ്പിലിട്ടതായാലും അങ്ങനെ വേണം, ഉപ്പേരി ആയാലും ചമ്മന്തി ആയാലും 5-8 ഫ്രണ്ട്സിനുള്ളിലൂടെ നമ്മൾ കാണണം. അങ്ങനെ മല്ലിയിലും ബിരിയാണിൻ്റെ പൊടിയൊക്കെ വിതറി അതൊന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ അവർക്ക് ഇതൊക്കെ കൊടുത്തു. പിന്നെ ഇവിടെ ഒരു കലാപരിപാടി ഇങ്ങേപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. മൊഹറം പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു. സത്യത്തിൽ ഞാൻ മോനോട് പറഞ്ഞിരുന്നു ഉമ്മ കിടക്കണതിന് മുന്നേ എന്തായാലും വരക്കാമെന്ന്. ഇവിടെ കരച്ചിൽ അങ്ങനെ അതിൻ്റെ ഇടയിൽ പോയി ഒരു മൊഹറം പോസ്റ്ററൊക്കെ വരച്ച് അതൊക്കെ എഴുതി സെറ്റാക്കി കൊടുത്ത്. അപ്പോൾ ഓനും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പിന്നെ എന്താ പറയുക, പിന്നെ അത് അടുക്കളയിൽ ഒരുപാട് ഒരംഗത്തിനുള്ള പാത്രം ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ സഹായിക്കാൻ വരുന്ന ആൾ ഇന്നും വന്നിട്ടില്ല, അവൾക്ക് പനിയാണ്.
അപ്പോൾ ഞാനിതെൻ്റെ ഒറ്റക്കാൽ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലിൽ നിന്ന് ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എൻ്റെ ബാക്ക് പെയിനൊക്കെ കൂടിയിട്ട് ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ വെച്ച് ഊറ്റി. കാരണം എനിക്ക് ഇച്ചിരി നെയ്ച്ചോറല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സാദാ ചോറ് ഇത്തിരി വെച്ച് ഉച്ചക്ക്. പിന്നെ ആ ഗ്രേവി തന്നെ ഇത്തിരി ബാക്കി എടുത്ത് അത് ഉച്ചക്ക് കൂട്ടാമെന്നൊക്കെ കരുതി. പിന്നെ വേഗം കുളിയൊക്കെ കഴിച്ചൊരു ഒറ്റ കിടത്തായിരുന്നു കേട്ടോ. ആ കിടത്തത്തിൽ പിന്നെ വെയ്യാണ്ടായി, സത്യം പറഞ്ഞാൽ തീരെ വെയ്യാണ്ടായി. 2-3 ദിവസം അടുപ്പിച്ച് പണിയെടുക്കുമ്പോൾ തന്നെ വെയ്യ. പിന്നെ ഇത് വൈകുന്നേരം 2-3 ദിവസമായി ഞാൻ എന്താ പറയുക പട്ടാണി വെള്ളത്തിലിട്ടിച്ചിട്ട്. അപ്പോൾ അവർക്ക് കുറേ ദിവസം അവർ എന്നോട് പറഞ്ഞു, ഉമ്മ നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ തിന്നണ സാധനമില്ലേ, അതായത് ഗ്രീൻ പീസ് മസാല ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടോ. ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി 3 ഉള്ളി എടുത്തിട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള 3 ഉള്ളിയൊക്കെ എടുത്ത് നല്ല വഴറ്റി അതിലേക്ക് ഇതേപോലെ പച്ചമുളകും കറിവേപ്പിലയും ബിരിയാണി മസാലയും ഒക്കെ ഇട്ട് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് സെറ്റാക്കി അതിലേക്ക് ഇത്തിരി തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഇതൊക്കെ അങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോകുക കേട്ടോ. അത് നമ്മൾ ബീച്ചിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് വരും കേട്ടോ. കാരണം നമ്മൾ ഇത്തിരി മുളക് പൊടിയൊക്കെ ചേർക്കുമല്ലോ, അവരവിടെ ഇത്തിരി എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ അധികം എരിവിട്ടിട്ടില്ല, ഞാൻ കുരുമുളക് പൊടിയാണ് കൂടുതലിട്ട്. ഇവിടുത്തെ കുരുമുളക് പൊടി കഴിക്കാൻ ഇവിടുത്തെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ കരിവേപ്പിലയും ആവശ്യത്തിനൊക്കെ ഇട്ടെടുത്ത് ഞാൻ പട്ടാണിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു. പിന്നെ കോഴിമുട്ട 3 കോഴിമുട്ട ഉടച്ചതിൽ ഇത്തിരി കുരുമുളകും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കോഴിമുട്ടയിൽ. അങ്ങനെ ഇത് നല്ല ഇളക്കി കുറച്ച് സെറ്റായതിന് ശേഷം കോഴിമുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. കോഴിമുട്ട ഒന്ന് സെറ്റാകാൻ വേണ്ടി കാത്തുന്നു. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോഴത്തെ വിശപ്പിൻ്റെ വിളിയാളം വന്ന് ഇവിടെ വിളിയോട് വിളിയാണ്. ഇത് രാത്രികത്തെ ഫുഡായിട്ട് പിന്നെ ഉണ്ടാക്കി വന്നപ്പോൾ 8 മണിയായി. എന്നാൽ പിന്നെ ഇതും കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് വെച്ച് നിബ് മാത്രം ഇത്തിരി ചോറ് കൊടുത്തു. ബാക്കി എല്ലാവരും ഗ്രീൻ പീസും ബ്രെഡും കൂടെ കഴിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ രാവിലത്തെ ഇന്നത്തെ വൈകുന്നേരത്തെയും കൂടെ ഒരു വ്ളോഗാണ് ഇട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. നമ്മളെ വിജയിക്കാൻ വേണ്ടി നിങ്ങളെ കരുതലും സ്നേഹവും കൂടെ ഉണ്ടാവണേ. മല്ലിച്ചപ്പൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ബൈ, സീ യു.